കേരള സംസ്ഥാന ചിത്രകലാ പരിഷത്തുണ്ട്. അതിൻ്റെ എറണാകുളം യൂണിറ്റിൻ്റെ ആർട്ട് ഓൺ സ്ട്രീറ്റിനുള്ള ഒരു പ്രോഗ്രാം. അതെല്ലാ വർഷം ഇതുപോലെ ഈ മഴ സീസണിൽ, ഈ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ചെയ്യാൻ അങ്ങനെ. അതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമായിരുന്നാണ്. ആദ്യത്തെ പ്രാവശ്യം മട്ടാഞ്ചേരി ഡേവിഡ് ഹാളിൻ്റെ ഓപ്പോസിറ്റായിരുന്നു. രാവിലെ നമ്മുടെ DCD ചെയർമാൻ ചന്ദ്രൻ സാറിൻ്റെ ഉദ്ഘാടനത്തിൽ നമുക്ക് തുടങ്ങി. 58 പേരുണ്ട്. എല്ലാവരും ഇത് പെയിൻറ്റിങ് ചെയ്ത് നമ്മളൊരു എക്സിബിഷൻ ഉണ്ട്. എക്സിബിഷൻ കഴിഞ്ഞ മാസം കഴിഞ്ഞിട്ട് 2 മാസം പ്രാവശ്യമായിട്ട് ഒരു ടെറാക്കോട്ട ക്യാമ്പാണ്. അത് കളിമൺ ശില്പ ക്യാമ്പ്. അത് പെരുമ്പാവൂർ ഇരിങ്ങോൾക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ശില്പങ്ങൾ അവിടെ സൂക്ഷിക്കുക. അപ്പോൾ അത് ചുട്ടെടുക്കാനുള്ള സമയം അതാണ്, മഴയായതുകൊണ്ട് ചുടാൻ പറ്റില്ല. അപ്പോൾ അതൊന്നിച്ച് അത് അടുത്ത ആഴ്ച ചുട്ടിട്ട് ആദ്യം എടുത്തിട്ട് അതും ഇതും കൂടി എക്സിബിഷൻ ചെയ്യാനുണ്ട്. ഇവിടെ ആയിരിക്കും അത് എക്സിബിഷൻ. പാലറ്റ് പീപ്പിൾ എന്ന് പറഞ്ഞ മട്ടാഞ്ചേരിയിലൊരു ഗാലറി ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഗാലറി ഉണ്ട്. നമ്മൾ സെയിലിന് എക്സിബിഷൻ സെയിലിനാണ് ഷോവിറ്റ് സെയിൽ. അതിൻ്റെ അതൊരു സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റ് ചാർജ് മാത്രമേ.
നിങ്ങളെ കൂട്ടായ്മയൊക്കെ എങ്ങനെ? എറണാകുളം ജില്ലയുടെ ട്രഷറാണ്. എൻ്റെ ഒരു ബേബി. പിന്നെ ഇവിടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ വീട് ഇവിടെ തന്നെയാണ് ഫിലിപ്പ് ചെയ്തത്. സെക്രട്ടറി പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ എറണാകുളം ജില്ല നടത്തുന്നെങ്കിലും മറ്റു ജില്ലകളിൽ നിന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പഠിച്ചിട്ട് പി ജി കഴിഞ്ഞാണ്. ഞാൻ നേവിൽ ആർട്ടിസ്റ്റായിരുന്നു. 2023 മാർച്ച് തന്നെയാണ്. ഇങ്ങനെ ആർട്ടിസ്റ്റിൽ കൂട്ടിയിട്ട് ഇങ്ങനെ രസമായിട്ട് നടക്കുന്നു. ഒരു രസമുണ്ട്. ഈ ആദ്യമായിട്ട് വരുന്ന പോലും ക്യാൻവാസിൽ ജസ്റ്റ് കറക്റ്റ് ചെയ്യാൻ കൊതിയുള്ള ആൾക്കാരുണ്ട്. ഒന്നറിയില്ല. പക്ഷേ ആദ്യം 20 പേര്, പിന്നെ 47 പേരാണ് ഫസ്റ്റ് വന്നത്. അത് ലേഡീസ്. അവർക്ക് കളിമണ്ണിട്ട് അവരുടെ ആവേശമാണ്. പക്ഷേ നല്ല സൂപ്പർ വർക്കുകൾ ചെയ്യുന്നു. നമുക്ക് വിചാരിക്കും നമ്മൾ മാത്രമേ ആർട്ടിസ്റ്റ്. ഒരു പേര് മേഖല കന്നഡ ജനിച്ച് വീഴുന്നതേ ചെറിയ കലാകാരന്മാരായിട്ട്. അങ്ങനെ ഒരു അതാണ് ഇങ്ങനെ ഇതിൻ്റെ തയ്യാറാകുന്നത്.